നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും ടാഗീസ് എഡ്യൂക്കേഷൻ സൊല്യൂഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പതിവ് പോലെ ഹിന്ദു ന്യൂസ് പേപ്പറിലെ പ്രധാനപ്പെട്ട വാർത്തകളാണ് വായിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ പത്രവാർത്തകൾ ഏറ്റവും ഉപകാരപ്പെടുന്നത് കേരള PSC എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ സിവിൽ സർവീസ് എക്സാം, അതുപോലെ തന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന പത്രവാർത്താ കുറിപ്പുകളാണ് ഞാൻ വായിക്കുന്നത്. വാർത്തകളിലൂടെ PSC പരീക്ഷകളെ അതുപോലെ തന്നെ മറ്റു മത്സര പരീക്ഷകളെ നേരിടുന്നത് ഏറ്റവും ഫലപ്രദമായ ഒരു സംവിധാനമാണ്, അല്ലെങ്കിൽ ഫലപ്രദമായ ഒരു വഴിയാണ്. കാരണം വാർത്തകളിലൂടെ നിങ്ങൾ മത്സര പരീക്ഷകളെ നേരിടുകയാണെങ്കിൽ നിങ്ങൾക്കത് വളരെ മറ്റു രീതിയിൽ പഠിക്കുന്നതിനേക്കാട്ട് വളരെ എളുപ്പത്തിൽ മനസ്സിൽ നിൽക്കുകയും അത് നിങ്ങളുടെ പരീക്ഷാ ഘട്ടത്തിൽ സഹായിക്കുകയും ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ വായിച്ചിരിക്കണം എന്ന് എനിക്ക് തോന്നിയ വാർത്തകളാണ് ഇന്നും ഞാൻ നിങ്ങൾക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. സോ ഇന്നത്തെ ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത്, മെജോറിറ്റി ഓഫ് കപ്സ് ലിഫ്റ്റഡ് ഇൻ ഓറഞ്ച് സോൺ, ബാറിംഗ് കണ്ടെയ്ൻമെൻറ്റ് ഏരിയാസ്, ഡൊമസ്റ്റിക് ഹെൽപ്പ്, ഇലക്ട്രീഷ്യൻസ് ആൻഡ് പ്ലംബേഴ്സ് ക്യാൻ വർക്ക്. ഇതിനകത്ത് പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് പറയുന്നത്, ഈ COVID-19 ബന്ധപ്പെട്ട് നമ്മൾ കുറേ വാർത്തകൾ വായിച്ചു. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പഠിക്കാൻ കഴിഞ്ഞു. അതുപോലെ ഒരു കാര്യം ഇതിനകത്തുണ്ടെന്ന് വെച്ചാൽ, ഇത് 3 സോണായിട്ട് തിരിച്ചിരിക്കുകയാണ്. COVID-19 ബന്ധപ്പെട്ട് എന്താണ് നമ്മുടെ സംസ്ഥാനത്തെ, ഇത് കേരളത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും അതുപോലെ തന്നെ രാജ്യത്തുടനീളമുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. റെഡ്, ഓറഞ്ച്, ഗ്രീൻ സോണായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ ഗ്രീൻ, റെഡ്, ഓറഞ്ച് സോണും അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുള്ള ഗ്രീൻ, റെഡ്, ഓറഞ്ച് സോണും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞാൽ പല സംസ്ഥാനങ്ങളിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇതിലുള്ള വാസ്തവം. സോ റെഡ് സോണിലുള്ളതിൽ കുറച്ച് റെഗുലേഷൻസ് കൂടുതലായിരിക്കും, കൺട്രോൾ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഓറഞ്ച് സോണിൽ ഇച്ചിരി മയപ്പെടുത്തിയായിരിക്കും റെഗുലേഷൻസ് ഉള്ളത്. അതുപോലെ തന്നെ ഗ്രീൻ സോണിൽ കുറച്ചുകൂടി മയം കാണും എന്നുള്ളതാണ്. സോ 3 സെക്ഷനായിട്ടാണ് ഇതിപ്പം ഓരോ ഏരിയയും തിരിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം, നിലവിൽ ഗുജറാത്ത്, മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ COVID-19 ബാധിച്ച രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുജറാത്തിൽ ഏകദേശം 5000-ന് മുകളിലെത്തിയിട്ടുണ്ട്. മഹാരാഷ്ട്രയും അതുപോലെ തന്നെ ചില സംസ്ഥാനങ്ങൾ ഇതിന് പിന്നിലായിട്ടുണ്ട്, തമിഴ്നാട് ഒക്കെയുണ്ട്. സോ ഇതിനകത്തുള്ള വാർത്ത വന്നിരിക്കുന്നത്, ഓൾ ആക്ടിവിറ്റീസ് ആർ അലൗഡ് വിത്തൗട്ട് എനി റെസ്ട്രിക്ഷൻ ഇൻ ദ ഓറഞ്ച് സോൺ. ഓറഞ്ച് സോണിൽ കുറച്ച് എല്ലാ ആക്ടിവിറ്റീസിനും ഇപ്പം കടകൾ തുറന്ന് പ്രവർത്തിക്കാം. അതുപോലെ തന്നെ നമ്മൾ കേരളത്തിൽ പത്രങ്ങളിൽ വായിക്കുന്നത് പോലുള്ള കുറച്ച് റെഡ് സോണിനെ അപേക്ഷിച്ച് ഉണ്ട്. പക്ഷേ ഒരുപാട് മാറ്റങ്ങളുണ്ട് എന്ന് പറയുന്നതിൽ ഈ പറയുന്ന ഇ-കൊമേഴ്സ് ആയിട്ടാണ്. ഇ-കൊമേഴ്സ് എന്ന് വെച്ചാൽ ഇ-കൊമേഴ്സ് ഈ പറയുന്ന റെഡ് സോണിലും ഓറഞ്ച് സോണിലും ഗ്രീൻ സോണിലും മാറ്റങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഇതിനകത്ത് പറയുന്നത്, ഓൾസോ ഇ-കൊമേഴ്സ് കുഡ് ബി യൂസ്ഡ് ഫോർ ദി ഡെലിവറി ഓഫ് എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ പ്രൊഡക്ട്സ് ഇൻ ഡിസ്ട്രിക്ട് ഡെസിഗ്നേറ്റഡ് ആസ് ഗ്രീൻ ആൻഡ് ഓറഞ്ച് സോൺ. ഗ്രീൻ, ഓറഞ്ച് സോണുകളിലൊക്കെ ഇ-കൊമേഴ്സ് ഗുഡ്സ് ഡെലിവറി ചെയ്യാം. എങ്ങനെയാണ് അത്? നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എസെൻഷ്യൽ ആയിട്ടുള്ള ഗുഡ്സുകൾ ഓറഞ്ച് സോണിലും ഗ്രീൻ സോണിലും ഒരു പരിധികളില്ലാതെ തന്നെ അത് ഡെലിവറി ചെയ്യാൻ കഴിയും. പക്ഷേ റെഡ് സോണിൽ ഇൻ റെഡ് സോൺ ഇ-കൊമേഴ്സ് ക്യാൻ ഓൺലി ബി യൂസ്ഡ് ഫോർ ഡെലിവറി ഓഫ് എസെൻഷ്യൽ ഐറ്റംസ് ആൻഡ് MHA ഒഫീഷ്യൽസ്. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് അഫയേഴ്സ് ആണ് MHA എന്ന് പറയുന്നത്. MHA ആണ് ഓരോ ദിവസവും ഇതിനെക്കുറിച്ച് വ്യക്തമായി റിപ്പോർട്ടുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്.
സോ ഇത് പറയുന്നത് വെച്ചാൽ എസെൻഷ്യൽ ഗുഡ്സ് ആൻഡ് നോൺ എസെൻഷ്യൽ ഗുഡ്സ്. എസെൻഷ്യൽ ഗുഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മനുഷ്യന് ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എസെൻഷ്യൽ ഗുഡ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എസെൻഷ്യൽ ഗുഡ്സിന് പ്രധാനപ്പെട്ട ഗുഡ്സാണ് പറയുന്നത് ഷുഗർ, അരി. എന്താണ് ഇത്? എന്താണ് നമുക്ക് മാറ്റി അതിന് പകരമായിട്ടൊന്നുമില്ല. അരിക്ക് അരി തന്നെ വേണം, ഷുഗറിന് ഷുഗർ തന്നെ വേണം, അല്ലേ? അതാണ് എസെൻഷ്യൽ ഗുഡ്സ് എന്ന് പറയുന്നത്. നോൺ എസെൻഷ്യൽ ഗുഡ്സ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നമുക്ക് എന്താണ്? പേന, അല്ലെങ്കിൽ എന്താണ് ബുക്സ്, അല്ലെങ്കിൽ നമ്മളുടെ എസെൻഷ്യലായിട്ട് അല്ലാത്ത എന്താണ് അതില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ഗുഡ്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ഗുഡ്സുകളെയാണ് നോൺ എസെൻഷ്യൽ ഗുഡ്സുകൾ എന്ന് പറയുന്നത്. എസെൻഷ്യൽ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഗുഡ്സ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതുപോലെ അരി, പഞ്ചസാര, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഗുഡ്സാണ്. സോ സലോൺ ലിക്കർ ഷോപ്സ്, ഞാനിത് അടയാളപ്പെടുത്തിയതിൻ്റെ കാരണം വെച്ചാൽ കേരളത്തിൽ എന്താണ് സലൂണും ലിക്കർ ഷോപ്പും തുറക്കുന്നതിന് എന്താണ് നിബന്ധനകളുണ്ട്. എന്ന് വെച്ചാൽ തുറക്കാൻ പാടില്ല എന്നുണ്ട്. സോ പക്ഷേ എന്താണ് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ എന്താണ് സെൻട്രൽ ഗവൺമെൻറ് എന്താണ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് അഫേഴ്സ് എന്താണ് കുറച്ച് എന്താണ് ലിക്കർ ഷോപ്പുകൾ തുറക്കാം, അതുപോലെ തന്നെ ബാർബർ ഷോപ്പുകൾ, ബ്യൂട്ടി പാർലറൊക്കെ തുറക്കാം എന്നുള്ളൊരു നിലപാട് ചെയ്തിട്ടുണ്ട്, തുറക്കാം എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. സോ another significant addition, the officials said barbers and salons could also open in orange and green zone. Liquor shops could open in all zone except containment areas. അതുപോലെ എന്താണ് ഈ പറയുന്ന വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സ്റ്റേജിലോട്ട് പോകുന്ന ഏരിയകളുണ്ട്, അവിടെ മാത്രം ഇതൊന്നും തുറന്നുകൂടാ. ബാക്കിയുള്ള എന്താണ് ഓറഞ്ച് ആൻഡ് ഗ്രീൻ സോണിലൊക്കെ എന്താണ് ഇത് ലിക്കർ ഷോപ്പും അതുപോലെ തന്നെ മറ്റ് സലൂൺസും ഒക്കെ ഓപ്പൺ ചെയ്യാം. പക്ഷേ കേരളത്തിൽ എന്താണ് ഇത് രണ്ടും ഇത് രണ്ടും നിരോധിച്ചിരിക്കുകയാണ്. കാരണം വെച്ചാൽ എന്താണ് സലൂണും ഈ ലിക്കറും ഒക്കെ എന്താണ് കൂടുതൽ എന്താണ് കോണ്ടാക്റ്റ് വളരെ അടുപ്പത്തിൽ വരുന്ന ഒരു സാധനമാണ്. കാരണം വെച്ചാൽ കേരളത്തിൽ തന്നെ എന്താണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾ ഇപ്പോൾ നമ്മുടെ അതിർത്തി നെയ്ബർ കൺട്രീസായ തമിഴ്നാട്, വെൻ വി ലുക്കിംഗ് ടു ദി തമിഴ്നാട് ആൻഡ് കർണാടക, വി നോ ദാറ്റ് ഇൻ ബാംഗ്ലൂർ എന്താണ് ബാംഗ്ലൂരിൽ നമുക്ക് എന്താണ് ലിക്കർ ഷോപ്പുകൾ എന്ന് പറയുന്നത് എന്താണ് 1 കിലോമീറ്റർ അടുപ്പിച്ചോ അല്ലെങ്കിൽ അടുത്തടുത്ത് നമുക്ക് കാണാൻ കഴിയും. ബാംഗ്ലൂരിലൊക്കെ എന്താണ് തൊട്ടടുത്തൊക്കെ എന്നൊക്കെ എന്താണ് ഈ നമ്മുടെ കടകൾ ഇപ്പോൾ ഓരോ ബേക്കറി തുറക്കുന്നു, ബേക്കറി പോലെയാണ് ഈ ലിക്കർ ഷോപ്പുകളും. അവിടെ നമ്മളെ ഈ ബിവറേജ് പോലെയുള്ള സംവിധാനങ്ങളല്ല, അല്ലെങ്കിൽ ഇത്ര ഇത് വേണം, അല്ലെങ്കിൽ വലിയ ബാറ് പോലെയുള്ള അല്ലെങ്കിൽ 5 നില കെട്ടിടം വേണം എന്നാണ് ലിക്കർ ഷോപ്പ് തുറക്കാൻ. അങ്ങനെയുള്ള നിബന്ധനകളൊന്നുമില്ല. ഒരു 5 അല്ലെങ്കിൽ ഒരു 100 മീറ്റർ അകത്ത് തന്നെ ചിലപ്പോൾ നമുക്ക് എന്താണ് ഒരു 2-3 ലിക്കർ ഷോപ്പുകൾ കാണാൻ കഴിയും ബാംഗ്ലൂരിലൊക്കെ. ഞാനത് കണ്ടിട്ടുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിൽ ഏകദേശം ഇതൊക്കെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. സോ അപ്പോൾ അങ്ങനെ ഒരു കാരണമുണ്ട്. എങ്കിൽ പോലും എന്താണ് അപ്പോഴെന്താണ് അവിടെ ഈ ജനങ്ങളുടെ ബാഹുല്യം കൺട്രോൾ ചെയ്യാൻ അവർക്ക് കഴിയും പെട്ടെന്ന് എന്നാണ് എൻ്റെ ഒരു കരുതൽ. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ എങ്ങനെയാണ് ലിക്കർ ഷോപ്പുകൾ തുറക്കാം എന്നൊരു അനുമതി നൽകുക? കാരണം ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ബാംഗ്ലൂർ പോലുള്ള നഗരങ്ങളിൽ ഇങ്ങനെ 100 മീറ്റർ പരിധിക്കുള്ളിൽ ഒരു 2 ലിക്കർ ഷോപ്പുകൾ ഉണ്ടെങ്കിൽ അവിടെ എന്താണ് ജനങ്ങളെ കൺട്രോൾ ചെയ്യാൻ വെച്ചാൽ ജനങ്ങൾക്ക് കഴിക്കാൻ ആവശ്യം അല്ലെങ്കിൽ ജനങ്ങൾക്ക് ലിക്കർ വാങ്ങിക്കാനായ ക്യൂ നിന്ന് ഒരുപാട് നേരം നിൽക്കിയിടിക്കൊന്നും വേണ്ട. എന്താണ് ഇതുപോലുള്ള ചെറിയ ചെറിയ കടകൾ ഷോപ്പുകൾ പോലെ ഉണ്ടെങ്കിൽ എന്താണ് അവർക്ക് ഈ ജനബാഹുല്യം തടുക്കാനായിട്ട് കഴിയും. പക്ഷേ കേരളത്തിലെ അപേക്ഷിച്ച് അങ്ങനെയല്ല. ബാറുകളിലും അതുപോലെ തന്നെ ഈ ബിവറേജ് കോർപ്പറേഷനിൽ മാത്രമാണ് ലിക്കർ ലഭിക്കുക. അതുപോലെ ഒരു ഷോപ്പ് ഇട്ടിട്ട് ലിക്കർ വിൽക്കാനൊന്നും കഴിയുകയില്ല. ഇവിടുത്തെ നിയമങ്ങൾ എന്താണ് വ്യത്യസ്തമാണ്. സോ അതുപോലെ തന്നെയാണ് മുടി സലൂൺ എന്ന് പറയുന്നത്. മുടി വെട്ടുമ്പോൾ എന്താണ് ഒരു വളരെ അടുത്ത കോണ്ടാക്ട്സ് ആണുള്ളത്. അപ്പോൾ എന്താണ് ഇത് ചിലപ്പോൾ ഈ മുടി വെട്ടുന്ന ആൾക്ക് പകരാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ മുടി ഇത് പുള്ളിക്കാരൻ വെട്ടുന്ന എല്ലാവർക്കും ഇത് പകരാനും സാധ്യതകളുണ്ട്. സോ ഇതാണ് ആദ്യത്തെ വാർത്ത. ഞാനിത് ഇച്ചിരി സൂം ചെയ്തെടുത്തിട്ടുണ്ട്. വായിക്കാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും സ്ക്രീൻഷോട്ട് എടുക്കുക. നിങ്ങൾക്കിത് വായിക്കുന്നത് നല്ലതാണ്. സോ സ്റ്റേറ്റ് സ്ക്രാപ്പ് ദി ബാരൽ ആസ് റവന്യൂസ് ഡ്രൈ അപ്പ്. എന്താണ് ഇതിൻ്റെ ഒരു വാർത്ത എന്ന് പറയുന്നത്? നേഷൻ വൈഡ് ലോക്ക്ഡൗൺ പ്രിവെൻറ്റ് ദ സ്പ്രെഡ് ഓഫ് COVID-19 ഹാസ് ലെഫ്റ്റ് ദ ഫിനാൻസസ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻ എ പ്രിക്കേറിയസ് പൊസിഷൻ. സ്റ്റേറ്റ് ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ ദ സെൻറ്റർ ഫോർ ഡിവല്യൂഷൻ ഓഫ്
ഫണ്ട്സ് അണ്ടർ വേരിയസ് ഹെഡ്സ് എന്ന് പറയുന്നത്, ഇതിനകത്ത് പറയുന്നത് വെച്ചാൽ, ഈ വാർത്തയിൽ പറയുന്നത് വെച്ചാൽ, ബിക്കോസ് ഓഫ് ദി കോവിഡ്-19 പ്രോബ്ലംസ് എന്താണ്, സ്റ്റേറ്റ് ഓരോ സംസ്ഥാനങ്ങളും എന്താണ് ഒരു വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്, അവർക്ക് വരുമാന മാർഗമൊന്നുമില്ല. കാരണം എന്താണ്, എല്ലാ കടകളും അടച്ചിട്ടിരിക്കുകയാണ്, വിൽപ്പനകളൊന്നും നടക്കുന്നില്ല, അപ്പോൾ ടാക്സ് കളക്ഷനും നടക്കുന്നില്ല. അപ്പോൾ എന്താണ്, ടാക്സ് കളക്ഷനാണ് ഗവൺമെൻറ്, ഒരു സംസ്ഥാന ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് റവന്യൂ എന്ന് പറയുന്നത് ടാക്സ് കളക്ഷനാണ്. ഈ ടാക്സ് കളക്ഷനിലൂടെയാണ് എന്താണ് ഇവർ രാജ്യത്തിൻ്റെ പല കാര്യങ്ങളും, പല സർവീസുകളും, ഗവൺമെൻറ് സർവീസിലുള്ള ആൾക്കാർക്ക് ശമ്പളവും മറ്റു കാര്യങ്ങളും, ഇതെല്ലാം എന്താണ് ഈ ടാക്സ് കളക്ഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴെന്താണ്, നമ്മളെ കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ നമ്മൾ വാർത്ത കണ്ടിരുന്നതാണ്, ഏകദേശം 98,000 കോടി രൂപയാണ് കേരളത്തിൻ്റെ വരുമാനമെങ്കിൽ റവന്യൂ എങ്കിൽ അതിൽ 48,000 കോടി രൂപ എന്തിനു വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നു, ഈ പറയുന്ന ഗവൺമെൻറ് ജീവനക്കാർക്ക് ശമ്പളമായിട്ട് കൊടുക്കാൻ വേണ്ടി എന്താണ് നമ്മൾ ചെലവഴിക്കുന്നു. സോ എന്താണ്, അപ്പോൾ ഇത്രയും പൈസ വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ടാക്സ് കളക്ഷൻ വേണം. പക്ഷേ എന്താണ്, നിലവിൽ ടാക്സ് കളക്ഷൻ നടക്കുന്നില്ല. എന്താണ്, ലിക്കർ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ കടകൾ എല്ലാം അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മറ്റൊരു പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ്, സംസ്ഥാനങ്ങളെല്ലാം എന്താണ് ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് പറയുന്നത്, റവന്യൂസ് ഫ്രം ഓൺ ടാക്സസ് അക്കൗണ്ട് ഫോർ ജസ്റ്റ് അണ്ടർ ഹാഫ് ഓഫ് ദി ടോട്ടൽ റവന്യൂസ് ഓഫ് ദി സ്റ്റേറ്റ്സ് അക്കോർഡിംഗ് ടു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റഡി. സെൻട്രൽ ട്രാൻസ്ഫേഴ്സ് അക്കൗണ്ട് ഫോർ 47.5 of the own tax revenues. 90% comes from tax on liquor, petroleum products, stamp duty and registration of vehicle. All of these are now under strain. ഇപ്പോൾ ഏറ്റവും കൂടുതൽ റവന്യൂ ഗവൺമെൻറ് ലഭിക്കുന്നത് എങ്ങനെയാണ്, ഈ പെട്രോളിയം പ്രൊഡക്ട്സിൽ നിന്നും, അതുപോലെ തന്നെ ലിക്വറിൽ നിന്നും, സ്റ്റാമ്പ് ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്, വസ്തു വിൽപ്പനയൊക്കെ നടക്കുമ്പോഴുണ്ടാകുന്ന സ്റ്റാമ്പ് ഡ്യൂട്ടിയാണത്. ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് വെഹിക്കിൾസ്, എന്താണ് വെഹിക്കിൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോഴൊക്കെയാണ് എന്താണ് ഈ സർക്കാരിന് റവന്യൂ കൂടുതലും കിട്ടുന്നത്. ഇപ്പോൾ ഇതൊന്നും നടക്കുന്നില്ല അല്ലേ, ഒരു വാഹനം പോലും വിൽക്കപ്പെടുന്നില്ല, ഒരു വാഹനം പോലും രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല. അതുപോലെ തന്നെ പെട്രോളിയം പ്രൊഡക്ട്സ് എന്താണ് വളരെ കുറവാണ്, അത് ഇച്ചിരി കുറവ് വന്നിട്ടുണ്ട്. All of these are now under strain. There have been no new vehicle and proper registration since the lockdown began, and also sale of liquor. എന്താണ് ഇപ്പോൾ നിലവിൽ എന്താണ് ഒരു വണ്ടിയുടെ രജിസ്ട്രേഷൻ ഒന്നും നടക്കുന്നില്ല. അതുപോലെ തന്നെ എന്താണ് ഈ കേരളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്താണ്, ലിക്കറും ഷോപ്പുകളും അടച്ചിട്ടിരിക്കുകയാണ്. പെട്രോളിയം സെയിൽസ് ഹാവ് ഡ്രോപ്ഡ് ബൈ അബൌട്ട് ഹാഫ്. എന്താണ് പെട്രോളിയം സെയിൽസ് എന്താണ് അതിൻ്റെ പകുതിയോളം കുറഞ്ഞിട്ടുണ്ട്. റിസൾട്ടൻ്റ്ലി ഓൺ ടാക്സ് റവന്യൂസ് ഓഫ് ദി സ്റ്റേറ്റ് ഹാവ് പ്ലജ്ഡ് ബൈ 18. ഒരു സ്റ്റേറ്റിൻ്റെ 80-90% റവന്യൂ എന്താണ് താഴോട്ട് പോയിരിക്കുകയാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെന്ന് എനിക്ക് തോന്നിയത്, ഡോക്യുമെൻറ്റിംഗ് ദ ലാസ്റ്റ് ഹണി ഹണ്ടിങ് ഗ്രൂപ്പ് ഓഫ് അരുണാചൽ പ്രദേശ് എന്നാണ്. ഇതെന്താണ്, ഡോക്യുമെൻറ്റിംഗ് ദ ലാസ്റ്റ് ഹണി ഹണ്ടിങ് ഗ്രൂപ്പ് ഓഫ് അരുണാചൽ പ്രദേശിലെ എന്താണ് ഒരു ഹണി ഹണ്ടിങ് ഗ്രൂപ്പിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ തേനൊക്കെ എടുക്കാൻ പോകുന്ന ആദിവാസികളില്ലേ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പാണ്, അരുണാചൽ പ്രദേശിലെ ഒരു ഗ്രൂപ്പാണ് ഈ പറയുന്ന ഇതിൻ്റെ ഈ വാർത്തയുടെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് വെച്ചാൽ ഇതിന് ഈ ഇടയ്ക്ക് എന്താണ് ദാദാ ഫാൽക്കെ അവാർഡ് ലഭിച്ചിരുന്നു. ഇതിൻ്റെ ഒരു ചീ ലൂപ്പോ എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി ഈ ഇടയ്ക്ക് എന്താണ് കെസാങ് ഡി തോങ് ഡോക്സ് എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇതിൻ്റെ ഡയറക്ടർ. ആ ഡോക്യുമെൻ്ററി ഡയറക്ടർ 26 മിനിറ്റ് വരുന്ന ഒരു ഡോക്യുമെൻ്ററിയാണ് ചീ ലൂപ്പോ എന്ന് പറയുന്ന ഈ ഡോക്യുമെൻ്ററി. അതുപോലെ തന്നെ ഇത് എന്താണ് ഇൻ്റർനാഷണൽ 10th ദാദാ സാഹിബ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് ഇതിന് ലഭിച്ചിരുന്നു 2020. ഇത് അരുണാചൽ പ്രദേശിലുള്ള ഇപ്പോൾ നിലവിലുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ കാര്യമാണ് പറയുന്നത്. ഈ കമ്മ്യൂണിറ്റിയുടെ കാര്യം ഇവിടെ ചേർത്തിട്ടുണ്ട്. അപ്പം ഈ കമ്മ്യൂണിറ്റി എന്താണ് അരുണാചൽ പ്രദേശിലെ ഒരു സ്മോൾ കമ്മ്യൂണിറ്റിയാണ്. ഏകദേശം 4,500 പേർ മാത്രമേ ഇപ്പോൾ നിലവിൽ ഈ കമ്മ്യൂണിറ്റിയിലുള്ളൂ. 4,500 പീപ്പിൾ ഓൺലി ഈ കമ്മ്യൂണിറ്റിയിലുള്ളൂ. അതുപോലെ തന്നെ
എന്താണ് ഇപ്പോൾ ഇതിലെ യുവാക്കളായിട്ടുള്ള ആൾക്കാരൊന്നും എന്താണ് ഇവരെ ഈ പറയുന്ന തേൻ കാട്ടിൽ പോയിട്ട് അത് എടുത്തുകൊണ്ട് വരുന്നത് ഒരു വലിയൊരു പ്രവൃത്തിയാണ്, വളരെ പാടുള്ളൊരു പ്രവൃത്തിയാണ്. ഇപ്പോഴത്തെ യുവാക്കളൊന്നും ഇവരെ ഗ്രൂപ്പിലുള്ള യുവാക്കളൊന്നും എന്താണ് ഇതിനൊന്നും താല്പര്യമില്ലാത്തവരാണ്, എന്താണ് ഈ പറയുന്ന ഒരു ജോലിക്ക് താല്പര്യമില്ലാത്തവരാണ്. ചിലപ്പോഴെന്താണ് ഇപ്പോൾ കുറച്ച് പേര് മാത്രമേ ഈ പറയുന്ന കാടുകളിൽ പോയിട്ട് എന്താണ് ഈ ഹണി എടുത്തുകൊണ്ട് വരുന്നുള്ളൂ. അതുമല്ല, ഇവരെ കമ്മ്യൂണിറ്റിയിൽ ഏകദേശം 4500 പേര് മാത്രമേ നിലവിലുള്ളൂ. അതുകൊണ്ടാണ് ഈ ഗ്രൂപ്പ് എന്താണ് വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാൻ ഇതിനകത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കെസാങ് ഡി തോങ് ഡോക്സ് ആണ് 26 മിനിറ്റുള്ള ഈ ഫിലിമിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത്. ചി ലൂപ്പോ എന്നാണ് ഈ പടത്തിൻ്റെ പേര്, ഈ ഡോക്യുമെൻ്ററിയുടെ പേര്. ഇതെന്താണ് ബെസ്റ്റ് ഡോക്യുമെൻ്ററി അറ്റ് ദി 10th ദാദാ ഫാൽക്കെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് 2020 ആൻഡ് അനൗൺസ്ഡ് എ വീക്ക് അഗോ. എന്താണ് ഒരാഴ്ചയ്ക്ക് മുമ്പ് എന്താണ് ഇതിന് ബെസ്റ്റ് ഡോക്യുമെൻ്ററി അവാർഡ് ദാദാ ഫാൽക്കെ 10th ദാദാ ഫാൽക്കെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ലഭിച്ചിരുന്നു. അപ്പം ഈ കഴിഞ്ഞ ദാദാ സാഹിബ് ഫാൽക്കെ ഇൻ്റർനാഷണൽ ഫിലിം 10th ആണ് നടന്നത്. അതുപോലെ തന്നെ ചി ലൂപ്പോയ്ക്കാണ് ബെസ്റ്റ് ഡോക്യുമെൻ്ററി അവാർഡ് ലഭിച്ചത്. അതുപോലെ തന്നെ ഫോർ ദി ഫിലിം മേക്കർ ഫ്രം അരുണാചൽ പ്രദേശ് വെസ്റ്റ് കമെങ് ഡിസ്ട്രിക്ട്. അതുപോലെ തന്നെ ദ ഹണി ഹണ്ടിങ് സ്കിൽ ഓഫ് ദി ഷെർദുക് പെൻ കമ്മ്യൂണിറ്റി. ഇതൊരു ബുദ്ധിസ്റ്റ് ഗ്രൂപ്പുമായിട്ട് ബന്ധമുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഷെർദുക് പെൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ബുദ്ധിസ്റ്റ് ഗ്രൂപ്പ് ബന്ധമുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത് the honey hunting skill of the Sherduk Pen community and associated indigenous craftsmanship will fade away with the half dozen subject of his film. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫിലിമിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇവരുടെ ഹണി ഹണ്ടിങ് ടെക്നിക്സ് ആണ്. അതുപോലെ തന്നെ ഇവരെന്താണ് ക്രാഫ്റ്റ്മാൻഷിപ്പും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ ഈ ഹണി എടുക്കുന്നത് വെച്ചാൽ കാട്ടിൽ പോയിട്ട് ഈ പാറകളുണ്ട്, പാറകളുടെ സൈഡിൽ ഇങ്ങനെ തേനീച്ച കൂടും അതുമായിട്ട് തേനുമുണ്ട്. അവിടെ പോയിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടിയാണ് ഇതെടുക്കുന്നത്. വളരെ കഠിനമായൊരു പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത്. നിങ്ങൾക്കിത് യൂട്യൂബിനകത്ത് ഈ ഡോക്യുമെൻ്ററി ഉണ്ട്, ചി ലൂപ്പോ എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി ഉണ്ട്, നിങ്ങൾക്കത് കാണാൻ കഴിയും. സോ ദ ചി മീൻസ് ഹണി. ചി എന്ന് പറയുന്നത് എന്താണ്? ഹണിയാണ്. ലൂപ്പോ ഈസ് എ ഹണ്ടർ. ചി എന്ന് പറയുന്നത് തേനും ലൂപ്പോ എന്ന് പറയുന്നത് അത് നേടിയെടുക്കുന്ന ഹണ്ടറുമാണ്, അതെടുക്കാൻ പോകുന്ന ഹണ്ടറുമാണ്. ഇസ് ദ ഡയലക്ട് ഓഫ് ദി ബുദ്ധിസ്റ്റ് ഷെർദുക് പെൻ കമ്മ്യൂണിറ്റി. ഞാൻ പറഞ്ഞ പോലെ തന്നെ ബുദ്ധിസ്റ്റ് ഷെർദുക് പെൻ കമ്മ്യൂണിറ്റി ഒരു ബുദ്ധിസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇതിൻ്റെ കമ്മ്യൂണിറ്റിയുടെ പേരെന്ന് പറയുന്നത് ഷെർദുക് പെൻ കമ്മ്യൂണിറ്റി എന്നാണ്. whose total population is estimated to be 4,500. They are concentrated in 12 villages in the district. എന്താണ് ഒരു 4,500 പേര് മാത്രമേ ഇവർക്ക് ഈ കമ്മ്യൂണിറ്റിയിൽ ഷെർദുക് പെൻ കമ്മ്യൂണിറ്റിയിൽ ഇനി നിലവിലുള്ളൂ. അവരെ ഏകദേശം ഒരു 12 വില്ലേജിലായിട്ട് കിടക്കുകയാണ്. അവർ പീപ്പിൾ യൂസ്ഡ് ഹണി കളക്ടഡ് ഫ്രം ദി വൈൽഡ് ഫോർ ഇറ്റ്സ് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ആൻഡ് ഫോർ പ്രിപ്പയറിംഗ് ഡെലിക്കസീസ് ഇൻ ദ നോട്ട് സോ ഡിസ്റ്റൻറ്റ് പാസ്റ്റ്. ഇവർ ഈ പറയുന്ന ഈ തേനൊക്കെ അവർ മെഡിസിനലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, മറ്റു കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. വെരി ഫ്യൂ വെഞ്ചർ ഔട്ട് നൗ ബിക്കോസ് ഓഫ് ദി ബെറ്റർ കണക്ടിവിറ്റി ആൻഡ് ആക്സസ് ടു മെഡിസിൻ ആൻഡ് ഫുഡ് സ്റ്റോഴ്സ് ആൻഡ് ദ യങ് ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ് ദ ടഫ് സ്കിൽ. ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ തന്നെ ഇവരുടെ കമ്മ്യൂണിറ്റിയുള്ള ഷെർദുക് പെൻ കമ്മ്യൂണിറ്റിയിലുള്ള യങ്സ്റ്റേഴ്സ് ഇപ്പോൾ ഈ ജോലിയുമായിട്ട് വളരെ തൽപരരല്ല. കാരണം ഈ പറയുന്ന വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ജോലിയാണിത്. അതുപോലെ തന്നെ the 6 honey hunters, the 37-year-old film maker had followed into deep jungles at about 6,000 feet above sea level. ഇതൊരു 6000 ഫീറ്റ് സീ ലെവലിൽ നിന്നൊരു 6000 ഫീറ്റ് മുകളിലാണ് ഈ പറയുന്ന ഈ ഹണി നിൽക്കുന്നത്. ഈ തേനീച്ചക്കൂടും തേനും എല്ലാം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഒരു 6000 ഫീറ്റ് സീ ലെവലിന് മുകളിലാണ്. ഇത് ഫ്രം ദി തോങ്ക്രി ആൻഡ് ജിഗാവൂൺ വില്ലേജസ് ദാറ്റ് ആർ അബൌട്ട് 25 minutes ഡ്രൈവ് ഫ്രം റൂപ. പിന്നെ പ്രധാനപ്പെട്ടതായിട്ട് ഒന്നുമില്ല, ഈ ഫിലിമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, വേറൊന്നുമില്ല.
ഇതെങ്ങനെയാണ് അവിടെ പോകുന്നത്, എങ്ങനെയാണ് അവരെടുക്കുന്നത്, അദ്ദേഹം എങ്ങനെയാണ് ഈ വീഡിയോ ഡോക്യുമെൻ്ററി ക്രിയേറ്റ് ചെയ്തത് എന്നൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇതിൻ്റെ ദ ബീസ് മേക്ക് ഹണി ഫ്രം വൈൽഡ് ഫ്ലവേഴ്സ് ഇൻ ജൂൺ ജൂലൈ ആൻഡ് പ്രൈമർലി ഫ്രം റോഡോഡോഡെൻഡ്രോൺ ഇൻ ഒക്ടോബർ നവംബർ. അതെന്താണെന്ന് കൃത്യമായിട്ട് റോഡോഡോഡെൻഡ്രോൺ എനിക്ക് മനസ്സിലായില്ല. പക്ഷേ എന്താണ് ഈ ഹണി ബീസ്, ഈ തേനുകൾ കൂടുതലും തേനീച്ച കൂട്ടിൽ വരുന്നത് ഏത് മാസങ്ങളാണ്? ജൂൺ ജൂലൈ മാസങ്ങളിലാണ്. അതുപോലെ തന്നെ ഒക്ടോബർ നവംബർ മാസങ്ങളാണ്. ഒക്ടോബർ നവംബർ മാസങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? വിൻ്റർ വെറൈറ്റി ഹാസ് എൻ ഇൻടോക്സിക്കേറ്റിംഗ് എഫക്റ്റിംഗ് കൺസ്യൂംഡ് ഇൻ ലാർജ് ഡോസസ് ഈ സെഡ്. എന്താണ് ഈ ഒക്ടോബർ, ഈ പറയുന്ന ഒക്ടോബർ നവംബർ മാസങ്ങളിലും ജൂൺ ജൂലൈ മാസങ്ങളിലാണ് എന്താണ് ഏറ്റവും കൂടുതൽ എന്താണ് ഈ പറയുന്ന ഹണി ഇവർക്ക് കിട്ടുന്നത്. അടുത്തത് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഷോൺ ഓഫ് കളേഴ്സ്, തൃശ്ശൂർ പൂരം എൻഡ്സ് ഇൻ ഡിഫനിങ് സൈലൻസ്. എന്താണ് നമ്മളുടെ തൃശ്ശൂർ പൂരം എന്താണ്? കൊറോണ വൈറസിനെ തുടർന്ന്, COVID-19 വൈറസിനെ തുടർന്ന് എന്താണ് നമ്മളിത് ഈ തൃശ്ശൂർ പൂരമൊക്കെ മാറ്റി വെച്ചിരുന്നു. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, കൊറോണ വൈറസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിരുന്നു. SARS-CoV-2 എന്നാണ് ഇതിൻ്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്യൂനെയിലുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പഠിച്ചു. അത് WHO H5 റെഫറൻസ് ലഭിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും ഇതിനെ തുടർന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഇന്ന് ഇതുമായിട്ട് പഠിക്കാനുള്ളത് എന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ ഇത് മാറ്റിവെച്ച ഒരു സന്ദർഭം ആണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഇതെന്ന് വെച്ചാൽ ഇതിനകത്ത് ദ സൈലൻസ് റെയിൻഡ് അറ്റ് തേക്കിനാട് മെയ്ഡൻ, ദ മെയിൻ വെന്യൂ ഓഫ് തൃശ്ശൂർ പൂരം. ഓൺ സാറ്റർഡേ there were no comparisoned elephants, കളർഫുൾ പ്രൊസഷൻ. ഇത് അവിടെ എന്താണ് ഈ പറയുന്ന തൃശ്ശൂർ പൂരം നടക്കാത്തത് കൊണ്ട് എന്താണ് അവിടെ വർണ്ണങ്ങളൊന്നുമില്ല, അവിടെ ബഹളങ്ങളോ അല്ലെങ്കിൽ വാദ്യമേളങ്ങളോ അവിടെ ശബ്ദങ്ങളോ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് വളരെ ഒരു രീതിയിൽ എഴുതിയിരിക്കുകയാണ്. ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബിറ്റ്സ് ഓഫ് ഹിസ്റ്ററി എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഒരു ചരിത്രം ഇതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട്. 10 ടെമ്പിൾസ് പാർട്ടിസിപ്പേറ്റിംഗ്. തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളെ അറിയത്തുള്ളൂ എന്ന് ഉള്ളവർക്ക് പ്രയോജനപ്പെടുന്നതായിരിക്കും. ഇതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. 10 temples participate in the Puram, which was started in 1798 by ശക്തൻ തമ്പുരാൻ. 1798 ഈ ശക്തൻ തമ്പുരാനാണ് ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന ഉത്സവം കൊണ്ടുവന്നത്. ഇത് എന്താണ്? അവിടെയുള്ള 10 അമ്പലങ്ങളാണ് ഈ തൃശ്ശൂർ പൂരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ദ തിരുവമ്പാടി ആൻഡ് പാറമേക്കാവ് ടെമ്പിൾ ആർ ഇറ്റ്സ് മെയിൻ കണ്ടക്ടേഴ്സ്. എന്താണ്? തിരുവമ്പാടിയും പാറമേക്കാവ് ടെമ്പിൾസുമാണ് എന്താണ് ഈ തൃശ്ശൂർ പൂരം നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അമ്പലങ്ങളിൽ 2 ഇൻ അഡീഷൻ കരമുക്ക്, ആയന്തോൾ, അത് ഇത് അമ്പലങ്ങളുടെ പേരാണ്. ഈ പറയുന്നതെല്ലാം അമ്പലങ്ങളുടെ പേരാണ്. ഇവരും പാർട്ടിസിപ്പേറ്റ് ആണ്. 10 അമ്പലങ്ങൾ ചേർന്ന് നടത്തുന്ന ഒരു ഉത്സവമാണ് എന്താണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. എന്താണ് തൃശ്ശൂർ പൂരം? ദ സെലിബ്രേഷൻ വിച്ച് ബിഗിൻസ് വിത്ത് വിളംബരം സെറമണി ഇൻ വിച്ച് നെയ്ത്തിലാക്കാവിലമ്മ. അതാണ് ഇത് എന്താണ് ഒരു വിളംബരത്തിലൂടെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇതിനകത്ത് പറയുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് KVASU told to conduct research on KFD. എന്താണ് a meeting of senior officials of various departments chaired by Transport Minister A.K. Shashindran has directed the Kerala Veterinary and Animal Science University. അതാണ് ഈ കെ വാസു എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാൻ പെട്ടെന്ന്. സോ അതെന്താണ്? കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയാണ് കെ വാസുവിൻ്റെ ഫുൾ ഫോം അല്ലെങ്കിൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ടു കണ്ടക്ട് റിസർച്ച് പ്രോഗ്രാംസ് ഓൺ ക്യാസാനൂർ ഫോറസ്റ്റ് ഡിസീസ്. ക്യാസാനൂർ ആണോ അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല, എന്നാലും നിങ്ങളത് ചെക്ക് ചെയ്യുക. അത് ക്യാസാനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്ന് പറയുന്നത് മങ്കി ഫീവറാണ്. എന്താണ് കുരങ്ങ് പനി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതാണ് ഈ ഈ പറയുന്ന ക്യാസാനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ക്യാസാനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്ന് വന്നത്? കുരങ്ങ് പനിക്ക് എന്തുകൊണ്ടാണ് ക്യാസാനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്ന് വന്നതിൻ്റെ കാരണം എന്താണ്? ഇത് ക്യാസാനൂർ ഫോറസ്റ്റ്
കർണാടക, ഇത് കാസാനൂർ ഫോറസ്റ്റ് കർണാടകയിലാണ് ഇത് ആദ്യമായി കണ്ടെത്തിയത് ഇന്ത്യയിൽ. അതുകൊണ്ടാണ് ഇതിനെ കാസാനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്ന് പറയുന്നത്. കർണാടകയിലും തമിഴ്നാട്ടിലും കർണാടകയിലാണ് ഏറ്റവും കൂടുതൽ ഇത് ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടെത്തിയത്. ഒരു ഏകദേശം അവിടെ വർഷത്തിൽ 500-400 കേസ്, 500-400 പേർക്ക് ഈ കാസാനൂർ ഫോറസ്റ്റ് ഡിസീസ് അല്ലെങ്കിൽ മങ്കി ഫീവർ ഉണ്ടാകുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഇടക്കാലത്ത് നമ്മൾ കണ്ടുപിടിച്ചു ഇത് കേരളത്തിലും തമിഴ്നാട്ടിലും സംഭവിക്കുന്നുണ്ട്, പലർക്കും ഇത് കുരങ്ങ് പനി വന്നിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇതിനെ തുടർന്നാണ് നമ്മളിപ്പോഴും ഈ പറയുന്ന AK ശശീന്ദ്രൻ, സ്പോർട്സ് മന്ത്രി ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഇതിനെക്കുറിച്ച് റിസർച്ച് നടത്താൻ വേണ്ടി ഈ പറയുന്ന കേരള വെറ്റിനറി ആനിമൽ സയൻസിനോട് പറഞ്ഞിരിക്കുന്നത്. സോ ഇത് ഇത് 1957 ആദ്യമായിട്ട് ഈ പറയുന്ന കാസാനൂർ ഫോറസ്റ്റ് കർണാടകയിൽ ഇത് ആദ്യമായി കണ്ടെത്തുന്നത്, ഈ കുരങ്ങ് പനി കണ്ടെത്തുന്നത്. അതുപോലെ തന്നെ ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് 1957 ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇത് കാസാനൂർ ഫോറസ്റ്റിലാണ്, കർണാടകയിലുള്ള കാസാനൂർ ഫോറസ്റ്റിലാണ് ആദ്യമായി കണ്ടെത്തുന്നത് ഈ കുരങ്ങ് പനി എന്നുള്ളത്. സോ ഇതിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നിലവിൽ ഇതുവരെ ഇല്ല. പിന്നെയെന്ന് പറയുന്നത് ഇതിൻ്റെ ഇത് വന്നു കഴിഞ്ഞാൽ വിറയൽ, തലവേദന, ഹെഡേക്ക്, അതുപോലെ തന്നെ ബോഡി പെയിൻ, അതുപോലെ വോമിറ്റിംഗ്, ഇങ്ങനെയുള്ള ടെൻഡൻസിയാണ് വരുന്നത്. സോ നിലവിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഈ കാസാനൂർ ഫോറസ്റ്റിലുള്ള അല്ലെങ്കിൽ കാസാനൂർ ഫോറസ്റ്റ് ഡിസീസ് അല്ലെങ്കിൽ മങ്കി ഫീവറിന് നിലവിലില്ല. സോ ഇതാണ് മങ്കി ഫീവറുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ എന്നുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളത്. അപ്പോൾ കാസാനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്, അത് മങ്കി ഫീവറാണ്. സോ അടുത്ത ഒരു പ്രധാനപ്പെട്ട വാർത്തയെന്ന് എനിക്ക് തോന്നിയത് 50,000 വോക്സ് അപ്ലോഡഡ് ഓൺ സ്കൂൾ വിക്കി പോർട്ടൽ. ഏകദേശം 50,000 വോക്സ് സ്കൂൾ വിക്കി പോർട്ടലിൽ അപ്ലോഡ് ചെയ്തെന്നാണ് പുതിയ വാർത്ത. ഈ സ്കൂൾ വിക്കി എന്ന് പറയുന്നത് ഇപ്പോൾ കൊറോണ ആയിട്ട് ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്കൊന്നും പരീക്ഷകളോ അല്ലെങ്കിൽ എല്ലാവരും വീട്ടിൽ തന്നെയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ളൊരു പദ്ധതിയാണ്, അവരുടെ സ്പെഷ്യൽ സ്കില്ല് അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ ഉണർത്താനുള്ള ഒരു പദ്ധതിയാണ് ഈ പറയുന്ന ഒരു പുതിയൊരു പദ്ധതിയുമായിട്ടാണ് ഗവൺമെൻറ് വന്നത്. സോ നമുക്കത് വായിക്കാം. സെൻട്രൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അക്ഷര വൃക്ഷം പ്രോഗ്രാം ടു എൻകറേജ് ക്രിയേറ്റീവ് ആൻഡ് ഇൻ്റലക്ച്വൽ എബിലിറ്റീസ് ഓഫ് സ്റ്റുഡൻസ്. സ്റ്റുഡൻസിൻ്റെ ക്രിയേറ്റീവ് ആൻഡ് ഇൻ്റലക്ച്വൽ എബിലിറ്റീസ് വളർത്തിയെടുക്കുക എന്നുള്ളൊരു പദ്ധതിയിലൂടെ വന്ന അക്ഷരവൃക്ഷം പ്രോഗ്രാം, അതിൻ്റെ ഭാഗമാണ് സ്കൂൾ വിക്കി പോർട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ സ്കൂൾ വിക്കി പോർട്ടലിൽ ഈ പറയുന്ന ഒരുപാട് പോയംസ്, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, പോയംസ്, മറ്റ് ചെറുകഥകൾ, മറ്റു കാര്യങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട അവർക്ക് പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള വീഡിയോകളും ടീച്ചിങ്സൊക്കെ കാണും. സോ ലോക്ക്ഡൗൺ കണ്ടിന്യൂസ് റിസീവ് ആൻ ഓവർവെൽമിംഗ് റെസ്പോൺസ്. So the content by students published on KITES എന്ന് പറയുന്നതാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ആണ്. സ്കൂൾ വിക്കി പോർട്ടൽ ഹാസ് എക്സീഡ് 50,000. These include stories, poems and articles from students of ഇതിനകത്ത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ സ്റ്റുഡൻസിൻ്റെ പോയംസ്, സ്റ്റോറീസ്, ആർട്ടിക്കിൾസ് ഒക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്. സോ അത് അക്ഷരവൃക്ഷം പ്രോഗ്രാം ചിലപ്പോൾ PSC ക്വസ്റ്റ്യനായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ് അക്ഷരവൃക്ഷം പ്രോഗ്രാം. ഇത് ഇതെന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതപ്പോൾ മനസ്സിലാക്കുക. ടു എൻകറേജ് ക്രിയേറ്റീവ് ആൻഡ് ഇൻ്റലക്ച്വൽ എബിലിറ്റീസ് ഓഫ് സ്റ്റുഡൻസ് ഡ്യൂറിങ് ദി ലോക്ക്ഡൗൺ കണ്ടിന്യൂസ് ടു റിസീവ് ആൻ ഓവർവെൽമിംഗ് റെസ്പോൺസ്. ഓക്കെ, ഇത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ വായിച്ച വാർത്തയുമായി ബന്ധപ്പെട്ടാണ്. എന്തുകൊണ്ട് കേരളത്തിൽ ലിക്കർ ബാൻ ചെയ്തിരിക്കുകയാണ്. ലിക്കർ എന്ന് വെച്ചാൽ ഈ കൊറോണ കാലത്ത് എന്തായാലും ലിക്കർ ഷോപ്പുകൾ മെയ് 17 വരെ തുറക്കുകയില്ല. സോ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാനൊന്ന് എടുത്തിട്ടതാണ്. കാരണം നമ്മൾ ആദ്യം വായിച്ച വാർത്ത ന്യൂഡൽഹി അല്ലെങ്കിൽ ഇന്ത്യ മൊത്തത്തിലുള്ള കാര്യമാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് അഫയേഴ്സ് ഇറക്കിയ കുറച്ച് നിയമങ്ങളാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മുടെ കേരളത്തിൽ ലിക്കറും സലൂണും ഓപ്പൺ ചെയ്യുകയില്ല എന്നുള്ളൊരു കർശനമായ നടപടിയാണ് ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്.
നോർക്കാസ് രജിസ്ട്രേഷൻ ക്രോസസ് എന്താണ് 5 lakhs. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ ഇന്ത്യയിലേക്ക്. അപ്പം നമ്മുടെ ഇന്ത്യയിൽ എന്താണ് ഒരുപാട് ഡയസ്പൊറ. ഇന്ത്യ ഹാവ് എനിക്ക് തോന്നുന്നു ഇൻ വേൾഡ് ഐ തിങ്ക് ഇന്ത്യ ഹാസ് ദ മോസ്റ്റ് നമ്പർ ഓഫ് ഡയസ്പൊറാസ്. എന്താണ് ഇന്ത്യക്കാരാണ് ഏറ്റവും കൂടുതൽ എന്താണ് മറ്റു രാജ്യങ്ങളിൽ ഏകദേശം 200-ൽ പരം രാജ്യങ്ങളായിട്ട് തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു വലിയ ഡയസ്പൊറയുടെ ഒരു ഭാഗമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ജനങ്ങൾ എന്താണ് മറ്റു രാജ്യങ്ങളിലേക്ക് പോയി ജോലി ചെയ്യുന്നുണ്ട്. സോ അവരെയാണ് നമ്മളെന്താണ് ഈ വിളിക്കുന്ന എമിഗ്രൻസ് എന്ന് വിളിക്കുന്നത്. So the number of non-resident Keralites from abroad and within Indian state who have registered online to return to Kerala has crossed 5 lakhs. എന്നാൽ 5 ലക്ഷം എന്നാണ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവർ ഏതാണ്ട് 5 ലക്ഷം പേര് കവിഞ്ഞു എന്നാണ് പറയുന്നത്, പുതിയ റിപ്പോർട്ട് പറയുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ UAE, സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ നിന്നാണ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ മലയാളികൾ വർക്ക് ചെയ്യുന്നത് എവിടെയാണ്? UAE, സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ വർക്ക് ചെയ്യുന്നത്. ഗൾഫ് രാഷ്ട്രങ്ങളിലാണ് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നത്. ഡെഡ് ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് നോവൽ കൊറോണ വൈറസ് ലെഡ് ടു ഫോൾ പോസിറ്റീവ് ഇൻ റിക്കവേർഡ് പേഷ്യൻസ്. ഇതിപ്പോൾ നിലവിൽ സൗത്ത് കൊറിയയിൽ നിന്നുള്ളൊരു റിപ്പോർട്ടാണ്. സൗത്ത് കൊറിയയിൽ എന്താണ് ഇതിനകത്ത് വേണമെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് വായിക്കാം. ഇൻ ഏർലി ഏപ്രിൽ ഇത് കഴിവതും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വായിക്കാൻ ശ്രമിക്കുക. സോ in early April, South Korea announced that the patient who were declared as COVID-19 recovered have once again tested positive, suggesting that it could be a case of reinfection or reactivation, where the virus is not completely cleared once again begins to replicate. By end of April, South Korea had recorded 263 such cases. China too reported such cases. എന്താണ് ഇപ്പോൾ നിലവിൽ എന്താണ് സൗത്ത് കൊറിയയിൽ മാത്രമല്ല ഇതിനകത്ത് പറയുന്നതാണ്, ചൈനയിൽ ഇതുപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ സൗത്ത് കൊറിയയിൽ രോഗം ഭേദമായി കൊറോണ നെഗറ്റീവ് കാണിച്ച് വീട്ടിലോട്ട് വിട്ടവരിൽ വീണ്ടും ഈ അതേ രോഗം കൊറോണ വൈറസ് തന്നെ കണ്ടെത്തിയതായിട്ട് അല്ലെങ്കിൽ കോവിഡ് നെഗറ്റീവായിട്ട് വീട്ടിലോട്ട് പോയവർ വീണ്ടും കോവിഡ് പോസിറ്റീവായി എന്നുള്ളൊരു റിപ്പോർട്ടാണ് സൗത്ത് കൊറിയയിൽ. അടുത്തൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് നയാബ് ഡെവലപ്സ് പോർട്ടബിൾ കൊറോണ വൈറസ് ഡിറ്റക്ഷൻ കിറ്റ്. നയാബ് എന്ന് വെച്ചാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് അനിമൽ ബയോടെക്നോളജിയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അനിമൽ ബയോടെക്നോളജിയാണ് നയാബ് എന്ന് പറയുന്നത്. ഇവരെന്താണ് ഒരു പുതിയ പോർട്ടബിൾ കൊറോണ വൈറസ് ഡിറ്റക്ഷൻ കിറ്റ് കണ്ടുപിടിച്ചു എന്നുള്ളതാണ് ഒരു വാർത്ത. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഹെൽത്ത് മിനിസ്റ്റർ പ്രോമിസ് ദാറ്റ് ഇന്ത്യ വിൽ ബി ഏബിൾ ടു പ്രൊഡ്യൂസ് RT-PCR ആൻഡ് ആൻറ്റിബോഡി ടെസ്റ്റ് കിറ്റ്സ് ബൈ എൻഡ് ഓഫ് മെയ്. ഈ മെയ് അവസാനത്തോടു കൂടി RT-PCRൻ്റെ ആൻറ്റിബോഡി ടെസ്റ്റ് കിറ്റ്സ് ഡെവലപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിസർച്ചേഴ്സ് ഫ്രം ദി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അനിമൽ ബയോടെക്നോളജി ഹൈദരാബാദ് ഹാവ് ഡെവലപ്ഡ് എ ബയോസെൻസർ ദാറ്റ് ക്യാൻ ഡിറ്റക്ട് ദ നോവൽ കൊറോണ വൈറസ് ഇൻ എ സലീവ സാമ്പിൾസ്. ഹൈദരാബാദ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അനിമൽ ബയോടെക്നോളജി ഹൈദരാബാദ് ഇപ്പോൾ ഒരു ബയോസെൻസർ ഡെവലപ്പ് ചെയ്തു എന്നാണ് പുതിയൊരു വാർത്ത വന്നിരിക്കുന്നത്. ഈ നോവൽ കൊറോണ വൈറസിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. സോ നിലവിൽ ഇത് യൂസ് ചെയ്യുന്നത്? ഈ പറയുന്ന ബയോസെൻസേഴ്സ് നിലവിൽ യൂസ് ചെയ്യുന്നത് ഈ ടോക്സിൻസ് ഡിറ്റക്റ്റ് ചെയ്യാനും നർക്കോട്ടിക് ഡ്രഗ്സ് ഡിറ്റക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒക്കെയാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ബയോസെൻസർ ഹാവ് ബീൻ കറൻ്റ്ലി യൂസ്ഡ് അക്രോസ് ദി വേൾഡ് ടു ഡിറ്റക്ട് ടോക്സിൻസ്, നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് ആർ ഓൾസോ കൺസിഡർഡ് ആസ് ദി റിലയബിൾ ടൂൾ ടു ഡിറ്റക്ട് ഇൻഫെക്ഷ്യസ് ഡിസീസസ്. ഇതുപോലുള്ള ഇൻഫെക്ഷ്യസ് ഡിസീസിനെ കണ്ടുപിടിക്കാനുള്ള ഒരു റിലയബിൾ ആയിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള ഒരു ടൂളായിട്ട് ഇത് കണക്കാക്കപ്പെടുന്നു, ഈ ബയോസെൻസേഴ്സ്. അപ്പോൾ ഈ ബയോസെൻസേഴ്സ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അനിമൽ ബയോടെക്നോളജി ഹൈദരാബാദ് ഇപ്പോൾ പുതിയ ഒരു ഇതിന് കൊറോണ വൈറസിനെ കണ്ടുപിടിക്കാനുള്ള ഒരു ബയോസെൻസർ ഡെവലപ്പ് ചെയ്തു എന്നാണ് പുതിയ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഒരു വ്യക്തിയിൽ കൊറോണ വൈറസ് ബാധിച്ചിട്ടുണ്ടോ എന്നറിയാൻ കഴിയും. can be used to detect the presence of novel coronavirus antigens in human saliva within 30 seconds using just 20 microliters of the sample.
വളരെ ഒരു എന്താണ് നമുക്ക് ഇപ്പം പറഞ്ഞ പോലെ ഈ ഈ ഇപ്പോൾ നിലവിലുള്ള ടെസ്റ്റൊക്കെ കാരണം എന്താണ് ഒരുപാട് സമയം പിടിക്കുന്നതാണ്. RT-PCR ടെസ്റ്റൊക്കെ എന്താണ് ഒരുപാട് സമയം പിടിക്കുന്ന ടെസ്റ്റാണ്. അതുപോലെ തന്നെ ഇതെന്താണ് ഇതൊരു 30 സെക്കൻഡ് കൊണ്ട് അറിയാൻ കഴിയുമെന്നാണ് ഇവർ വാദിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇത് ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ് ഒരു ബയോസെൻസറാണ്. ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ബയോസെൻസറാണ്. ദി ഡിവൈസ് ക്യാൻ ഓൾസോ ബി ബാറ്ററി ഓപ്പറേറ്റഡ് ആസ് ഇറ്റ് has uses very low voltage of 1.3 volt to 3 volt. The team also compared eCovSense to a regulator potentiostat and found a new device to be ultra sensitive and quicker. വളരെ കുറച്ച് വോൾട്ടേജ് മാത്രം മതി എന്നാണ് ഇതിന് ഈ ബയോസെൻസറിന് ആണെന്ന് പറഞ്ഞാണ് ഇതിന് വരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്കറിയാമല്ലോ, മിനിസ്ട്രി വോൺസ് ആരോഗ്യ സേതു ആപ്പ് മെയ്ഡ് ഡിസേബിൾഡ് ഫ്രണ്ട്ലി. ഇതിപ്പം വാർത്ത നമുക്കറിയാം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ആരോഗ്യ സേതു എന്ന് പറയുന്ന ആപ്പിനെ കുറിച്ചാണ്. ആരോഗ്യ സേതു എന്നാണ് കൊറോണ വൈറസിനെ തുടർന്ന് സെൻട്രൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്ത ഒരു ആപ്പാണ് ആരോഗ്യ സേതു എന്ന് പറയുന്ന ആപ്പ്. ഗവൺമെൻറ്റ്സ് ആരോഗ്യ സേതു ആപ്പ് ഈസ് ട്രാക്ക് COVID-19 കേസസ് ഇസ് നോട്ട് accessible to person with disabilities, particularly those with hearing and visual challenges. അപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന തന്നിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ആരോഗ്യ സേതു എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എന്താണ് ഈ ഡിസബിലിറ്റീസ് ഉള്ള മോസ്റ്റ്ലി ഈ പറയുന്ന ഹിയറിംഗ് വിഷ്വൽ ചലഞ്ചസ് ഒക്കെ ഉള്ളവർക്ക് ഇതെന്താണ് മനസ്സിലാക്കാൻ കഴിയില്ല. ഈ ആരോഗ്യ സേതു ആപ്പ് ഉപയോഗശൂന്യമാണ് എന്നാണ് പറയുന്നത്. ഇത് പ്രയോജനപ്പെടുന്നില്ല. അവർക്കും കൂടെ പ്രയോജനപ്പെടുന്ന രീതിയിൽ ഈ ആപ്പിനെ ക്രോഡീകരിക്കണമെന്നാണ് പുതിയ ഒരു ക്രിറ്റിസിസം വന്നിരിക്കുന്നത്. സോ നമുക്കറിയാം ഈ ആരോഗ്യ സേതു ആപ്പ് കൊണ്ട് നമുക്ക് ഏതൊക്കെ സ്ഥലത്ത് ഇപ്പോൾ ഈ പറയുന്ന കൊറോണ വൈറസ് ബാധിതരുണ്ടെന്ന് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഉള്ളതെന്ന് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയും. സോ നിലവിൽ ഈ ആരോഗ്യ സേതു ഓപ്പോസിഷൻ പാർട്ടി രാഹുൽ ഗാന്ധിയൊക്കെ ഇതിനെ എതിർക്കുന്നുണ്ട്. അവർ പറയുന്നത് എന്ന് വെച്ചാൽ ഈ ആരോഗ്യ സേതു എന്ന് പറയുന്ന ആപ്പ് ഒരു പ്രൈവറ്റ് കമ്പനിക്ക് കൊടുത്തിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ കേരളത്തിലൊരു സ്പ്ലിങ്കർ വിവാദം ഉണ്ടായിരുന്നു. നമ്മുടെ സ്പ്ലിങ്കർ പറയുന്ന ഒരു പ്രൈവറ്റ് കമ്പനിക്ക് USA-യിലുള്ള ഒരു പ്രൈവറ്റ് കമ്പനിക്ക് നമ്മുടെ ഡേറ്റ കളക്ട് ചെയ്യാനുള്ള അധികാരം കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വിവാദമായതായിരുന്നു. അതുപോലെ ഒരു വിവാദമാണ് ഇതിലും വന്നിരിക്കുന്നത്. സോ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരോഗ്യ സേതു എന്ന് പറയുന്ന ഒരു ആപ്പാണ്. ഈ നമ്മളെ നിലവിലുള്ള പ്രശ്നങ്ങളുമായിട്ട് ഇത് കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരും എന്നുള്ളതാണ്. സോ അത് പറയുന്നുണ്ട് ഈ പറയുന്ന ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് particularly those with hearing and visual challenges. The Social Justice and Empowerment Ministry has informed the Ministry of Electronics and Information Technology, MeitY, and the app developer, the National Informatics Center. അപ്പോൾ ഇത് ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു പോരായ്മ ഈ ആരോഗ്യ സേതു ആപ്പിനുണ്ട് എന്ന് അവർ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ആപ്പ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആരോഗ്യ സേതു എന്ന് പറയുന്ന ആപ്പ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആരാണ്? നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻ്ററാണ്. അതുപോലെ തന്നെ ഇത് ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ്? മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ അണ്ടറിലാണ്. അതുപോലെ തന്നെ ഈ ഡിസബിലിറ്റീസ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് എന്നിവരുടെയൊക്കെ കാര്യങ്ങൾ ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ഈ പറയുന്ന സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് മിനിസ്ട്രിയുടെ കീഴിൽ വരുന്നതാണ് ഈ പറയുന്ന പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് അവരുടെയൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സോ അതുപോലെ തന്നെ ഡൗൺലോഡിംഗ് ദ ആപ്പ് ഹാസ് ബീൻ മെയ്ഡ് മാൻഡേറ്ററി ഫോർ ഓൾ ഗവൺമെൻറ് സ്റ്റാഫ് ബൈ ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് ത്രൂ and order on April 29 and for all employees in the public and private sectors through as Union Home Ministry orders on Friday. ഇപ്പം യൂണിയൻ ഹോം മിനിസ്ട്രി ഇപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന ആപ്പ് ആരോഗ്യ സേതു എന്ന് പറയുന്ന ആപ്പ് എല്ലാ ഗവൺമെൻറ് സ്റ്റാഫുകളും ഡൗൺലോഡ് ചെയ്തിരിക്കണം എന്നാണ് നിർബന്ധമായി മാൻഡേറ്ററി ആക്കിയിരിക്കുകയാണ്. എല്ലാ ഗവൺമെൻറ് എംപ്ലോയീസ് ഇത് ഡൗൺലോഡ് ചെയ്തിരിക്കണം എന്നുള്ളത് മാൻഡേറ്ററി ആയിരിക്കുകയാണ്. അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഓരോ തലത്തിലുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തങ്ങളുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് വ്യക്തത വരുത്തണം, ഉറപ്പ് വരുത്തണം എന്നുകൂടി ഉത്തരവിലുണ്ട്. സോ
പേഴ്സൺ വിത്ത് ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്, സൈൻ ലാംഗ്വേജ് ഇൻ്റർപ്രിറ്റേഷൻ, ക്ലോസ് ക്യാപ്ഷനിങ്. സോ പേഴ്സൺ വിത്ത് ഇത് എന്തുകൊണ്ടാണ് അവർക്ക് ഉപയോഗിക്കാൻ, ഈ വിഷ്വൽ ചലഞ്ചസ് ഉള്ള, ഹിയറിംഗ് ചലഞ്ചസ് ഉള്ളവർക്ക് എന്തുകൊണ്ടാണ് ഉപയോഗിക്കാൻ കഴിയാത്തതെന്നൊക്കെയാണ് ഇതിൽ പരാമർശിച്ചിരിക്കുന്നത്. സോ അതുപോലെ തന്നെ രാഹുൽ പ്രസാദ് സ്പാർ ഓവർ ആരോഗ്യ സേതു. രാഹുൽ ഗാന്ധി ഓൾസോ എന്താണ് ടോക്സ് അബൌട്ട് ദിസ് ആരോഗ്യ സേതു ആപ്പ്, ബിക്കോസ് എന്താണ് ദർ ഇസ് എ പ്രൈവറ്റ് കമ്പനി ഇൻവോൾവ് ഇൻ ദിസ് ആപ്പ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. സോ ഇതെന്താണ്, ഒരു പ്രൈവറ്റ് കമ്പനിക്ക് തീരെഴുതി കൊടുക്കുന്നത് മോശമാണ്, അങ്ങനെ കൊടുക്കരുത്. ഗവൺമെൻറ് എന്താണ് ജനങ്ങളുടെ വിശ്വാസത്തിലെടുക്കണം, അവർക്കും കൂടെ ഒരു നിയമത്തിലൂടെ ഇത് കൊണ്ടുവരണമെന്നൊക്കെയാണ് ഇവരിപ്പോൾ രാഹുൽ ഗാന്ധി ഈസ് ഡിമാൻഡിങ്. The Arogya Setu app is sophisticated surveillance system outsourced to private operator with no institutional oversight, raising serious data security and privacy concerns. ഇതൊരു അടുത്തൊരു പ്രധാന വാർത്ത എന്ന് പറയുന്നത് ഇതൊരു റിപ്പോർട്ടാണ്. USCIRF റിപ്പോർട്ട് മേ പ്രോംപ്റ്റ് കൺസേൺസ്. ത്രൂ ഇന്ത്യ ഹാസ് ഡിസ്മിസ് ദ റിപ്പോർട്ട്. ദ ബിഗർ വറി ഈസ് ദ CPC ലിസ്റ്റ്. ഇതെന്താണ്, ഇന്ത്യ ഈ റിപ്പോർട്ടിനെ നിരാകരിച്ചിരിക്കുകയാണ്. ഈ റിപ്പോർട്ടെന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഇത് നമ്മളുടെ റിലീജിയസ് ഫ്രീഡവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട റിപ്പോർട്ടാണ്. ഇതിലെന്താണ് യുഎസിൻ്റെ ഒരു റിപ്പോർട്ടാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയുടെ റിപ്പോർട്ടാണ്. US കമ്മീഷൻ ഓഫ് ഇൻ്റർനാഷണൽ റിലീജിയൻ ഫ്രീഡംസ് latest report which ranks India on lowest grade of countries of particular concern. Countries of particular concernൽ എന്താണ്, ഇന്ത്യക്ക് എന്താണ് ഏറ്റവും കുറഞ്ഞ റാങ്കാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ എന്താണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നത്. സോ US കമ്മീഷൻ ഓഫ് ഇൻ്റർനാഷണൽ റിലീജിയസ് ഫ്രീഡംസ് ലേറ്റസ്റ്റ് റിപ്പോർട്ട് വിച്ച് റാങ്ക്സ് ഇന്ത്യ ഓൺ ലോവസ്റ്റ് ഗ്രേഡ് ഓഫ് കൺട്രീസ് ഓഫ് പർട്ടിക്കുലർ കൺസേൺസ്. ദ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് 2019 ആണത്. സിറ്റിസൺഷിപ്പ് ആക്ട് ഉണ്ട് 1955 ആണ്. സോ അതെന്താണ് അമെൻഡ് ചെയ്തു, 2019 അമെൻഡ് ചെയ്തിരിക്കുകയാണ്. സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് 2019 ഇപ്പോൾ നമ്മൾ NPR അതിനകത്ത് ഈ പറയുന്ന നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററൊക്കെ ഇതിനകത്ത് വന്നിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പഠിച്ചു നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത് അതൊരു രജിസ്റ്ററാണ്, നോൺ റിസൈഡിങ് സിറ്റിസണിനുള്ള ഒരു രജിസ്റ്ററാണ്. അതുപോലെ തന്നെ പഠിച്ചു 6 മാസം ഇന്ത്യയിൽ ഒരു പർട്ടിക്കുലർ റീജിയനിൽ താമസിക്കുന്നവരോ അതിൽ കൂടുതൽ താമസിക്കുന്നവരോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കാലം താമസിക്കുന്നവരോ അല്ലെങ്കിൽ 6 മാസം ഒരു ഇന്ത്യയിൽ ജീവിക്കാൻ താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ 6 മാസമോ അതിൽ കൂടുതൽ മാസങ്ങളോ ഇന്ത്യയിൽ ജീവിക്കാൻ താല്പര്യമുള്ളവരുടെ ഒരു രജിസ്റ്ററാണ് ഈ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇത് മാൻഡേറ്ററി ആണ് എല്ലാവർക്കും. രാജ്യത്തിൽ എല്ലാവരും ഈ അൺയൂഷ്വൽ റെസിഡൻസ് യൂഷ്വൽ റെസിഡൻസ് ഇന്ത്യയിലെ യൂഷ്വൽ റെസിഡൻസ് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കണം, നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. സോ അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. അപ്പോൾ നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺ ബോത്ത് ഓഫ് വിച്ച് വെയർ അനൗൺസ്ഡ് ബൈ ദി ഗവൺമെൻറ് ഇൻ ദ പാസ്റ്റ് ഇയർ. ഇത് ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കിയൊരു കാര്യമാണ്. ദ ഡിസിഷൻ ബിഫോർ US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മൈക്ക് പോംപിയോ. ഇതിനകത്ത് ഇപ്പോഴത്തെ US സെക്രട്ടറി ആരാണ്? മൈക്ക് പോംപിയോ ആണ്. അത് UPSC പോസ്റ്റിനായിട്ട് വരാൻ സാധ്യതയുണ്ട്. മൈക്ക് പോംപിയോ ആണ് US സെക്രട്ടറി. സോ on whether to designate India as a CPC significant as it could bring other punitive action. സോ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസാണ്. പിന്നെ ഉള്ളത് 17 killed in Venezuela prison riot. സോ ഇതിനകത്ത് ഈ വാർത്തയുമായിട്ട് യാതൊരു വലിയൊരു പ്രാധാന്യമുള്ള വാർത്തയല്ല. പക്ഷേ വെനസ്വേല എന്ന രാജ്യം നമുക്ക് പ്രാധാന്യമുള്ള ഒരു രാജ്യമാണ്. വെനസ്വേല എന്ന് വെനസ്വേല ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ക്രൂഡ് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് വെനസ്വേലയുടെ അടുത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ലേക്കുണ്ട്. അതൊക്കെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പം ആ ലേക്ക് വെനസ്വേലയുടെ ഒരു എക്കോണമിയെ തന്നെ നിലനിർത്തുന്ന ഒരു ലേക്കാണ്. കാരണം അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ പെട്രോളിയം അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. സോ അത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സോ ഇത്രയുമാണ് ഇതിൽ കാര്യങ്ങൾ. ഈ വെനസ്വേലയെക്കുറിച്ച് കൃത്യമായ കാര്യങ്ങൾ നാളത്തെ ക്ലാസ്സിൽ ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും. സോ ടുഡേയ്സ് ഐ എം വൈൻഡിങ് അപ്പ്. സോ thank you for watching my video. Thank you so much, and
അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി കമൻറ്റായി രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യൂ. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ പ്രയോജനപ്പെടട്ടെ. സോ എന്നെ കഴിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ നാളെ പുതിയൊരു വീഡിയോയുമായി വരാം. താങ്ക് യു സോ മച്ച്.